ഈ ടോപ്പിക്ക് വന്നിട്ട് MEG 7-ൽ ഹിന്ദ് സ്വരാജ് എന്നുള്ളൊരു സെക്ഷനാണ്. ഗാന്ധിസ് ഹിന്ദ് സ്വരാജ് ടേക്സ് ദ ഫോം ഓഫ് എ ഡയലോഗ് ബിറ്റ്വീൻ ദ ടു ക്യാരക്ടേഴ്സ്, the reader and the editor. The reader essentially serves as the typical Indian countryman whom Gandhi would have been addressing with Hind Swaraj. അപ്പോൾ ഈ ഹിന്ദ് സ്വരാജ് എന്നുള്ളത് ഒരു റീഡറും എഡിറ്ററും തമ്മിലുള്ള ഡയലോഗായിട്ടാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ദ റീഡർ എസെൻഷ്യലി സെർവ്സ് ആസ് ദ ടിപ്പിക്കൽ ഇന്ത്യൻ കൺട്രിമാൻ. റീഡർ എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ഒരു ഇന്ത്യനെ. The reader voices the common beliefs and the arguments of the time concerning Indian independence. അപ്പോൾ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് സമയത്ത് അന്ന് ഇന്ത്യൻസിനുണ്ടായിരുന്ന പൊതുധാരണയും എന്താണ് അവരുടെ വിശ്വാസങ്ങളും ഇതൊക്കെ തന്നെയായിരുന്നു അതിൽ മെയിനായി പറയുന്നത്. ഗാന്ധി, ദ എഡിറ്റർ, എക്സ്പ്ലെയിൻസ് വൈ ദോസ് ആർഗ്യുമെൻറ്റ്സ് ആർ ഫ്ലോഡ് ആൻഡ് ഇൻ്റർജെക്റ്റ് ഹിസ് ഓൺ ആർഗ്യുമെൻറ്റ്സ്. അപ്പോൾ റീഡറും എഡിറ്ററും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണെന്നല്ലേ പറഞ്ഞത്. റീഡർ വന്നിട്ട് ഇന്ത്യൻ കൺട്രിമെൻ ആണ് വെച്ചാൽ എഡിറ്റർ ആരാണ്? ഗാന്ധി തന്നെ. അപ്പോൾ റീഡറിൻ്റെ ഓരോ സംശയത്തിനും എഡിറ്റർ ഉത്തരം പറയുക എന്നുള്ളത്. ആസ് ദ എഡിറ്റർ ഗാന്ധി പുട്സ് ഇറ്റ്, ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി പേഷ്യൻ്റ്ലി ടു ട്രൈ ടു റിമൂവ് യുവർ പ്രജുഡിസ്. നമ്മളുടേതായ വിശ്വാസങ്ങളോ ആ വിശ്വാസത്തിൽ ചിലത് തെറ്റായിട്ടുള്ള ധാരണയാണെങ്കിൽ അതിനെയൊക്കെ എഡിറ്റ് ചെയ്യേണ്ടത് ആരാണ്? എഡിറ്റർ തന്നെ. അപ്പോൾ എഡിറ്റർ എന്നുള്ള വേർഡിൽ തന്നെ ഉണ്ട് തെറ്റിനെ തിരുത്തുക എന്നുള്ളത്. അപ്പോൾ എക്സാമിന് എഴുതേണ്ടത് ഈ സമ്മറിയാണ്. എ സമ്മറി ഓഫ് ദ മെയിൻ പോയിൻറ്റ്സ് ഇൻ ഈച്ച് ചാപ്റ്റർ. അപ്പോൾ എന്താണോ എക്സാമിന് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അതിൻ്റെ സമ്മറിയാണ്. ചാപ്റ്റർ 1, The Congress and its official. In this chapter, the editor argues the reader to have respect for congressmen. He also talks against the idea of hating every Englishman. ഐഡിയ ഓഫ് എന്നാണ് വരേണ്ടത്, ഇതിലൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ എന്താ പറയുന്നത് വെച്ചാൽ കോൺഗ്രസ്സുകാരെ ബഹുമാനിക്കണം. പിന്നെ അന്ന് ഇവിടെ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരെ എല്ലാവരും പൊതുവെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. കാരണം എല്ലാം ദ്രോഹം മാത്രമല്ല, കാരണം ഒരു കൺട്രീനെ 200 വർഷത്തിനപ്പുറം റൂൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ നല്ല വശങ്ങളും അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് പീപ്പിളിനെ വെറുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇതിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ പറയുന്നത്. സെക്കൻഡ് വൺ വന്നിട്ട് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ. ദ എഡിറ്റർ സേസ് ദാറ്റ് വെൻ ലോർഡ് കഴ്സൺ ഡിസൈഡഡ് ഇൻ ദ ഫേവർ ഓഫ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ, ദ റിയൽ അവേക്കണിംഗ് ഓഫ് ഇന്ത്യ took place, and this important incident taught Indians that petitions must be backed by force and that they must be capable of suffering. ഇപ്പോൾ അന്ന് വന്നിട്ട് ഇന്ത്യൻസിന് നല്ല ബോധോദയം ഉണ്ടാവുക, അതായത് യൂണിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ് മെയിനായി ഉദ്ദേശിക്കുന്നത്. എപ്പോഴാണോ ഇന്ത്യൻസ് ഫുള്ള് റിലീജിയൻ്റെയോ കാസ്റ്റിൻ്റെയോ അതോ സ്റ്റേറ്റിൻ്റെയോ വേർതിരിവില്ലാതെ ഒന്നായി നിൽക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും എല്ലാവരും എഫക്റ്റ് ചെയ്യുന്ന പോലത്തെ ഒരു സംഭവം ഉണ്ടാവും. അപ്പോൾ ഈ ബംഗാളിനെ വേർതിരിച്ച് ബംഗ്ലാദേശ് എന്നുള്ള ഇനിയൊരു സെക്ഷനിൽ അറിയപ്പെടണം, അതായത് ബംഗാളിനെ വേർതിരിക്കുകയാണെന്ന് ലോർഡ് കഴ്സണിൻ്റെ ഡിസിഷൻ അന്ന് വന്നപ്പോൾ ഇന്ത്യൻസൊക്കെ ഒന്ന് കോൺഷ്യസ് ആയി. അതായത് നമ്മളെല്ലാവരും ഇന്ത്യ എന്നുള്ള ഒരു പേരിലാണ് ജീവിക്കുന്നത്, അല്ലാതെ റിലീജിയൻ, കാസ്റ്റ് അതോ സ്റ്റേറ്റ് ഈ വേർതിരിവൊന്നും നമുക്കില്ല. ബിക്കോസ് ഓഫ് ദ പാർട്ടീഷൻ ദ കോൺഗ്രസ് വാസ് ഓൾസോ ഡിവൈഡഡ് ഇൻ ടു 2 പാർട്സ്, ദ മോഡറേറ്റ് ആൻഡ് ദ എക്സ്ട്രീമിസ്റ്റ്. പാർട്ടീഷൻ എന്ന് പറയുന്നത് പലതിനെയും പല കാര്യത്തിനെയും വേർതിരിക്കും. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ പാർട്ടീഷൻ വന്നപ്പോൾ തന്നെ പല സോഷ്യൽ ഇഷ്യൂസാണ് ഉണ്ടായത്. അപ്പോൾ കോൺഗ്രസിൻ്റെ സ്പ്ലിറ്റും ഇതിലുണ്ടായി, മോഡറേറ്റ്സ് പിന്നെ എക്സ്ട്രീമിസ്റ്റ്. തേർഡ് ചാപ്റ്ററിൽ ഡിസ്കണ്ടൻറ്റ് ആൻഡ് അൺറസ്റ്റ്. ഇൻ ദിസ് ചാപ്റ്റർ ദ എഡിറ്റർ ടോക്സ് അബൌട്ട് ഹിസ് ഐഡിയ കൺസേണിങ് ദ വേ എ റഫറൻസ് ടേക്ക് പ്ലേസ്. അപ്പോൾ ഡിസ്കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു തൃപ്തി കുറവും ഒരു വല്ലായികയും. അപ്പോൾ അതിനെ പറ്റിയാണ് പറയുന്നത്. He says that every reform must be proceeded by discontent. എന്തിനെ തിരുത്തുമ്പോഴും
മാറ്റി ചെയ്യാൻ തീരുമാനിക്കുമ്പോഴും എന്താ അതിൽ പ്രശ്നം വെച്ചാൽ തൃപ്തിക്കുറവ് ഉണ്ടാവുന്നുണ്ട്. 4th ചാപ്റ്ററിൽ വാട്ട് ഈസ് സ്വരാജ്? ഇൻ ദിസ് ചാപ്റ്റർ ദ എഡിറ്റർ ടോക്സ് അബൌട്ട് ദ ഐഡിയ ഓഫ് സ്വരാജ്. സ്വരാജ് എന്ന് പറയുന്നത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. സ്വരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൈ കൺട്രി, മൈ റൂൾസ്. അവരവരുടെ നാടിനെ ബഹുമാനിക്കുന്നതിനെ തന്നെയാണ് സ്വരാജ്, അതിൻ്റെ ഒരു ഭാഗത്തിനെയാണ് പറയുന്നത്. ഹി സേസ് സ്വരാജ് നോട്ട് ജസ്റ്റ് ദ വിഡ്രോവൽ ഓഫ് ദ ബ്രിട്ടീഷ്, ഇറ്റ് ഈസ് നോട്ട് ഇംഗ്ലീഷ് റൂൾ വിത്തൗട്ട് ദ ഇംഗ്ലീഷ്മെൻ. ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷുകാരെ വിഡ്രോ ചെയ്യുക എന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ഇംഗ്ലീഷ് ഇല്ലാതെ ഇംഗ്ലീഷ്മെൻ എന്താണുള്ളത്? അതൊരു കടങ്കഥ പോലെ ഒരു ചോദ്യമാണ്. അപ്പോൾ സ്വരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ഫോളോ ചെയ്യുന്നത് പോലും അതിനൊരു എതിരായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ വരിക. പക്ഷേ ഇന്ന് പിന്നെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് അല്ലാതെ നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ എന്താ വെച്ചാൽ ഇന്ത്യയിൽ മൾട്ടി ലിംഗ്വലിസം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അതിനെപ്പറ്റിയാണ് 4th ചാപ്റ്റർ പറയുന്നത്. 5th ദ കണ്ടീഷൻ ഓഫ് ഇംഗ്ലണ്ട്. ഇന്ത്യയിൽ മാത്രമാണോ പ്രശ്നങ്ങൾ അന്ന് ഉണ്ടായിരുന്നത്? വേറെ കൺട്രിയിലും ഉണ്ടാവില്ലേ? അതും ഇന്ത്യയായിട്ട് ഒരു രീതിയിൽ റിലേറ്റഡ് ആണ് ബ്രിട്ടൻ. അപ്പോൾ ഇംഗ്ലണ്ടിൽ എന്താ ഉണ്ടായിരുന്നത് നോക്കാം. അക്കോർഡിംഗ് ടു ദ എഡിറ്റർ ദ കണ്ടീഷൻ ഓഫ് യൂറോപ്പ് ഈസ് നോട്ട് ഗുഡ് ആൻഡ് ഗെറ്റിംഗ് വേഴ്സ് എവറി ഡേ. നമ്മളിൽ ചിലവർ വിചാരിക്കും അവർ നമ്മളെ വന്ന് റൂൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് മാത്രമല്ല ബുദ്ധിമുട്ടുന്നത്. പക്ഷെ അതല്ല സംഭവം. വലിയ വലിയ പ്രശ്നങ്ങളും ദുരന്തങ്ങളും ഇംഗ്ലണ്ട് മാത്രമല്ല യൂറോപ്പിലെ ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മളാരും വേൾഡ് വാറിനെ പറ്റി മറന്നിട്ടില്ല അല്ലേ? ഇന്ത്യക്ക് ഫ്രീഡം കിട്ടുന്നത് 1947 ആണെങ്കിലും 1945 വരയ്ക്കും എന്താ ഉണ്ടായത് അതെന്തായാലും നമ്മൾ മറക്കില്ല. വേൾഡ് വാറൊക്കെ തീർന്ന ഒരു സമയമാണ്. He also says that if India copies England, she will be ruined. എത്രയോ നാഷണൽ ലീഡേഴ്സ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഇന്ത്യൻ സ്റ്റൈലേ ഫോളോ ചെയ്യാൻ പാടുള്ളൂ, അല്ലാതെ വേറെ കൺട്രീനെ ഫോളോ ചെയ്താൽ ഇന്ത്യക്ക് ഇന്നൊരു രീതികൾ ഉണ്ടാവില്ല. ഇന്ത്യയുടെ നാശമാണ് നമ്മൾ ഇന്ത്യൻ കൾച്ചറിനെ ഫോളോ ചെയ്യാതിരുന്നാൽ. വൈ വാസ് ഇന്ത്യ ലോസ്റ്റ്? അടുത്ത ചാപ്റ്ററിൽ അതാണ്. നഷ്ടബോധം ഉണ്ടോ? യഥാർത്ഥത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? The editor says that we must blame ourselves for being ruled by British. The English have not taken India. We have given it to them. ഒന്നും പിടിച്ചു വലിച്ചു എന്ന് വിചാരിക്കുന്നത് ശരിയല്ല. നമ്മൾ കൊടുത്തു എന്നുള്ളതല്ലേ. ഇപ്പോൾ നമ്മൾ പിടിച്ചു നിൽക്കാൻ ശേഷിയില്ല പറഞ്ഞാൽ എല്ലാവരും നമ്മളെ ചീറ്റ് ചെയ്യും. അത് തന്നെയാണ് ഇതിപ്പോൾ ഇന്നല്ല, പണ്ടേ അത് അങ്ങനെ തന്നെയാണ്. നമ്മളല്ല ഇംഗ്ലീഷല്ല നമ്മളെ എടുത്തത്, കൺട്രോളിലെടുത്തത്, നമ്മളാണ് വിട്ടുകൊടുത്തത്. അടുത്തത് ദ കണ്ടീഷൻ ഓഫ് ഇന്ത്യ. പിന്നെ റെയിൽവേ ഉണ്ടായതിനെ പറ്റി പറയാണ്. ഹി സേസ് ദാറ്റ് ഇന്ത്യ ഈസ് ഗ്രൗണ്ട് ഡൗൺ നോട്ട് അണ്ടർ ഇംഗ്ലീഷ് ഹീൽ ബട്ട് അണ്ടർ that of modern civilization. We are turning away from God. The reason for suffering of India is that we have turned against the God and accepted modern civilization. അപ്പോൾ മോഡേൺ സിവിലൈസേഷൻ വരുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ വിട്ടുപോകുന്നത്, മറന്നു പോകുന്നത് എന്നുള്ള കാര്യമാണ്. അടുത്തത് ചാപ്റ്റർ 8 ദ കണ്ടീഷൻ ഓഫ് ഇന്ത്യ. അത് പറഞ്ഞു. ദ കണ്ടീഷൻ ഓഫ് ഇന്ത്യ കണ്ടിന്യൂ ചെയ്യാണ്. ദ ഹിന്ദുസ് ആൻഡ് മുഹമ്മദൻസ്. ഇത് റിലീജിയൻ കൺസേൺഡ് ആണെന്നുള്ളത് ടോപ്പിക്കിൽ അറിയുന്നുണ്ട്. ഹി സേസ് ദാറ്റ് ബിക്കോസ് ഓഫ് ഇന്ത്യാസ് faculty of assimilation, it is one nation and that Hindus, Muslims must learn to live in harmony because they are blood brothers. അപ്പോൾ യൂണിറ്റി റിലീജിയൻ തമ്മിൽ ഇല്ലെങ്കിൽ അതും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. എങ്ങനെ നോക്കുമ്പോഴും ഹിന്ദു മുസ്ലിം പ്രശ്നങ്ങളാണ് കുറേ ആയിട്ട് കേട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല, ബ്ലഡ് ആണെന്നുള്ളത് മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ്റെ കണ്ടീഷൻ എന്താണ്? ദ കണ്ടീഷൻ ഓഫ് ഇന്ത്യ അപ്പോൾ ലോയേഴ്സിൻ്റെ റിലേറ്റഡ് ആയിട്ടാണ്. ദ എഡിറ്റർ ഒപ്പീനിയൻസ് ദാറ്റ് പ്രൊഫഷൻ ഓഫ് എ ലോയർ ഇമ്മോറൽ ബിക്കോസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഡിസ്പ്യൂട്ട് ആൻഡ് കോറൽ. ഇപ്പോൾ ഒരു വക്കീലെന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ സത്യമായിട്ടുള്ള കേസ് മാത്രമല്ല, എപ്പോഴും സത്യം മാത്രം പറഞ്ഞാൽ വക്കീലിന് ജയിക്കാൻ പറ്റില്ല.
അപ്പോൾ വക്കീൽ പ്രൊഫഷൻ എടുത്തിട്ടുള്ള സമയത്ത് എത്രയോ ഒരു കള്ളം പറയുക, ഇല്ലാത്തതിനെ തെളിയിക്കാൻ നോക്കുക, ഇതൊക്കെ ചെയ്യേണ്ടി വരും. കാരണം അത് അവരുടെ പ്രൊഫഷൻ ആകുമ്പോൾ ഒന്നും പറയാനില്ല. ഇതേ കണ്ടീഷനല്ലേ ഇപ്പോൾ ഡോക്ടേഴ്സിനുള്ളത്. ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാലും അവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു കാരണം കൊണ്ട്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ അബോർഷൻ ചെയ്യുക പറഞ്ഞാൽ ആക്ച്വലി മേർഡറാണ്. പക്ഷെ അത് അങ്ങനെ മോറൽ ലോസിൽ നോക്കുമ്പോൾ ഒരു മേർഡറായിട്ട് പറയുന്നില്ല. അതൊരു നിവൃത്തികേടും കൊണ്ട് അത് അങ്ങനെ ആയി പോവുകയാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഒരു മോറൽ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഏത് തൊഴിലിനാണെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ഡ്രോബാക്സ് ഉണ്ടാവും. ഇവിടെ എഡിറ്റർ എന്ന് പറയുന്നത് ഗാന്ധിജിയാണല്ലോ. എന്താ ഗാന്ധിജി പറയുന്നത് വെച്ചാൽ, ഒരു ലോയർ എന്ന് പറയുമ്പോൾ കുറച്ച് അവരുടെ ലാഭത്തിനാണെങ്കിലും നല്ലതിന് വേണ്ടിയിട്ടാണെങ്കിലും ഓരോന്നും തെറ്റാണെന്ന് അറിഞ്ഞാലും പറയേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ കണക്റ്റഡായിട്ട് ഇന്ത്യയുടെ കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. According to the editor, the profession of doctors has supported the cause of imperialism. He also says that reason behind most of the disease is lack of discipline and the medicine encourages it. ഇതിപ്പോൾ ഡോക്ടേഴ്സിന് നേരിട്ട് പറയുകയല്ല കേട്ടോ, ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ലാംഗ്വേജിൽ പറയുക. ഇപ്പോൾ ഒരു അസുഖം വന്നാൽ മരുന്ന് വേണം. ഡിസിപ്ലിൻ ഇല്ലാതെ വന്നു വച്ചാൽ, ഇപ്പോൾ ഡിസിപ്ലിൻ ഇല്ല എന്നുള്ളതാണ് ഒരു അസുഖം. അപ്പോൾ അതിന് എന്താ മരുന്ന്? അതിനൊരു മരുന്ന് വേണം. അപ്പോൾ ഒരു ഇൻഡയറക്റ്റായിട്ട് പറയുകയാണ്. എന്താ ഒരേ കാര്യം ഇൻഡയറക്റ്റായി പറയുന്നുള്ളൂ. ഇന്ത്യൻസ് എന്നും മറ്റവർക്ക് വിട്ടുകൊടുക്കാതെ നമ്മുടെ കൺട്രിയുടെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കി ഇരിക്കണം എന്നാണ്. വാട്ട് ഈസ് ട്രൂ civilization? According to Gandhiji, civilization is the mode of conduct which points out to man the path of duty. എന്താണ് നമ്മൾ ഈ സിവിലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ആക്ച്വലി വാട്ട് വി മീൻ ബൈ ദാറ്റ് വേർഡ്? അതെന്താ വെച്ചാൽ, ഇറ്റ് ഈസ് ദ മോഡ് ഓഫ് കോണ്ടാക്ട് വിച്ച് പോയിൻറ്റ്സ് ഔട്ട് ടു ദ മാൻ ദ പാത്ത് ഓഫ് ഡ്യൂട്ടി. നമ്മുടെ ഡ്യൂട്ടി എന്താണ്, നമ്മുടെ ഡ്യൂട്ടി എന്താണെന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുന്നത് തന്നെയാണ് ഒരു സിവിലൈസേഷൻ എന്ന് പറയുക. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്, നമ്മുടെ ഡ്യൂട്ടി എന്താണ്, അത് നമ്മളെ പഠിപ്പിക്കുക. അപ്പോൾ നീയൊക്കെ സിവിലൈസ്ഡ് ആണോ, നീയൊക്കെ സംസ്കാരമുള്ളതാണോ എന്ന് നമ്മൾ തർക്കിക്കുമ്പോഴോ ദേഷ്യം വരുന്ന സമയത്തോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്. അപ്പോൾ എന്താണ് അതുകൊണ്ട് സിവിലൈസ്ഡ് ആണോ നീ എന്നൊരു ചോദ്യം ചോദിക്കുന്നത്? അത് പറഞ്ഞാൽ ഉത്തരവാദിത്വം ഇല്ലാതെ നീ തോന്നിയവാസം കാണിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്, അത് കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യണം. The editor says that keeping this in mind, India does not need to learn anything from anyone. ഇന്ത്യയെ പോലത്തെ കൺട്രിയിലൊന്നും ശരിക്കും പറഞ്ഞാൽ മറ്റവരടുത്തൊന്നും നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. കാരണം ഇന്ത്യൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് എത്രത്തോളം ഒരു അംഗീകരിക്കപ്പെട്ടതുമാണ്, എത്രയൊക്കെ ഒരു അഭിമാനിച്ച് നടന്നതാണ്. The tendency of the Indian civilization is to elevate the moral being. That of the Western civilization is to propagate immorality. ഇവിടെ ഇപ്പോൾ വെസ്റ്റേൺ സിവിലൈസേഷൻ ഇമ്മോറലാണെന്ന് ഒരു രീതിയിൽ അർത്ഥം വരുന്നുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഇന്ത്യയുടേതായ നെഗറ്റീവ്സ് എന്തെങ്കിലും ഉണ്ട് വെച്ചാൽ അതിനെ ഒരു കൾച്ചറുള്ള വ്യക്തി പറഞ്ഞാൽ തിരിച്ചറിയണം. ഇപ്പോൾ വെസ്റ്റേൺ കൾച്ചറിൽ ഇപ്പോൾ നമ്മൾ പല സ്റ്റൈലും ഫോളോ ചെയ്തിട്ട് ഇത് വെസ്റ്റേൺ ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ഇമ്മോറലായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്ത്യൻസ് ഇന്ത്യയുടെ കൾച്ചർ ഫോളോ ചെയ്യണം എന്നാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. Chapter 8, How can India become free? In this chapter, the editor says that in order to become free nation, it is important to free ourselves first. ഇത് പറയില്ലേ, സ്വയം നന്നായാലല്ലേ മറ്റവരെ നന്നാക്കാൻ പറ്റുള്ളൂ എന്ന്, അതാണ് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് ഇന്ത്യ ഫ്രീ ആവുക? ആദ്യം അവനവൻ്റെ മനസ്സിനെ ഫ്രീ ആക്കുക, അവരവർ ആദ്യം ഫ്രീ ആവുക, എന്നാലേ കൺട്രിയുടെ കാര്യം പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ കുറേ പേര് ഇങ്ങനെ ഓരോരോ തത്വം പറയുന്ന ആൾക്കാരാവട്ടെ, ആരായാലും എന്തായാലും പറയുന്നത് എല്ലാവരും അവരവരുടെ വീട് വൃത്തിയാക്കി വെക്കുക ആദ്യം, പിന്നെ അവരവരുടെ പരിസരം വൃത്തിയാക്കുക. ഇങ്ങനെ എല്ലാവരും തന്നെ ചെയ്തിട്ടിരുന്ന നാട് തന്നെ നന്നാവുമെന്ന് പറയില്ലേ, അതിൽ എത്രത്തോളം പോസിബിളാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അതുതന്നെയാണ് ഇൻഡയറക്റ്റായി ഉദ്ദേശിക്കുന്നത്. He proposes the idea of Indianization the British instead of getting Europeanized. അപ്പോൾ എന്താണ്
യൂറോപ്യനൈസ്ഡ് ആവാതെ നമ്മൾ ഇതന്നെയാണ് അർത്ഥം. നമ്മൾ ഇന്ത്യനൈസ് ചെയ്യണം, അല്ലാതെ ബ്രിട്ടീഷ് സ്റ്റൈൽ ഫോളോ ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻഡയറക്റ്റായിട്ട് ഈ ബ്രിട്ടൻ പറയുന്ന യൂറോപ്പാണല്ലോ, അങ്ങനെയല്ല ചെയ്യേണ്ടത് എന്നാണ്. ഇതൊക്കെ പറയുന്നത് ഇന്ത്യ എങ്ങനെയാണ് ഫ്രീ ആവുക എന്നുള്ളതാണ്. Chapter 14, Italy and India. He says that India cannot rise up in armed rebellion like Italy. Moreover, to an India on a large scale to Europeanize it, if violence is used in order to free the nation, the land which is holy will become unholy. ഇപ്പോൾ വേൾഡ് വാറും കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ എന്തായാലും ഉണ്ട്. എല്ലാവരും വെപ്പൺ യൂസ് ചെയ്തിട്ട് ഈ ചരിത്രത്തിലൊക്കെ കാണാറില്ലേ, എല്ലാവരും വാളും ഗണ്ണും ഒക്കെ വെച്ച് വെട്ടിക്കൊന്നിട്ടും ഷൂട്ട് ചെയ്ത് കൊന്നിട്ടൊക്കെ ജയിക്കുന്നത്. ഇറ്റലിയിലും ഇപ്പോൾ അറിയാലോ, മുസോളിനിയുടെ പോളിസി ഇറ്റലീനെ കൂടുതൽ ബുദ്ധിമുട്ടാക്കി. ഹിറ്റ്ലറിൻ്റെ പോളിസീസ് കാരണം ജർമ്മനിക്ക് ദുരന്തങ്ങൾ ഉണ്ടായി. അപ്പോൾ ഇന്ത്യയുടെ കാര്യം പറഞ്ഞാൽ, ഫൈറ്റ് ചെയ്യുക പറഞ്ഞാൽ ആയുധം വെച്ചിട്ടല്ല ഫൈറ്റ് ചെയ്യേണ്ടത്. അത് നന്മയുടെ വഴിയിലേ നമ്മൾ ഫൈറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇന്ത്യനെ ഏത് കാലത്തും ഹോളി ലാൻഡ് എന്ന് പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ആയുധം വെച്ച് ഫൈറ്റ് ചെയ്യാൻ നിന്നാൽ ഹോളി ലാൻഡും നശിക്കും എന്നാണ്. ബ്രൂട്ട് ഫോഴ്സ്. ഹിയർ ദ എഡിറ്റർ ആർഗ്യൂസ് ഇൻ ഫേവർ ഓഫ് ദ ഫോഴ്സ് ഓഫ് ലവ് ആൻഡ് പിറ്റി ആൻഡ് ഇൻ എഗെയിൻസ്റ്റ് ഓഫ് ദ ബ്രൂട്ട് ഫോഴ്സ്. He says that our struggle for independence must be marked with passive resistance. സ്നേഹത്തിൻ്റെ വഴിയിലേ എല്ലാം നേടാൻ പാടുള്ളൂ. ഒരിക്കലും ഒരു ജീവനെ പോലും ബുദ്ധിമുട്ടിച്ചിട്ടോ നഷ്ടപ്പെടുത്തിയിട്ടോ ആവാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഗാന്ധിജിയുടെ എപ്പോഴും ഒരു ഐഡിയ ഉണ്ടല്ലോ, എപ്പോഴും പീസ്, ഹാർമണി, അങ്ങനത്തെ ഒക്കെ കാര്യം തന്നെയാണ് ഫ്രീഡം ഫൈറ്റിങ്ങിൻ്റെ കാര്യത്തിലും വേണ്ടത്. ഫിസിക്കലി നമ്മൾ ഫൈറ്റ് ചെയ്യാൻ പാടില്ല. എപ്പോഴും നമ്മൾ എതിർക്കണം, പക്ഷെ അത് ആക്റ്റീവായിട്ട് അടിച്ചും അവരെ തോൽപ്പിച്ചും അങ്ങനെയല്ല. നമ്മൾ മൂവീസിലൊക്കെ കുറേ കാണുന്നുണ്ടല്ലോ, പക്ഷേ അതൊക്കെ വെറും ഫിക്ഷനാണ്. ആക്റ്റീവായിട്ട് അവരെ എതിർക്കുക, അടിക്കുക, ദ്രോഹിക്കുക അങ്ങനെയല്ല. പക്ഷേ പാസീവായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മര്യാദയുടെ ഭാഷയിലും സ്നേഹത്തിൻ്റെ ഭാഷയിലും പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ അങ്ങനെ എതിർക്കുക. അപ്പോൾ നോൺ വയലൻസ് ആണ് ഗാന്ധിജി എന്നും ഫോളോ ചെയ്യണമെന്ന് നമ്മൾ കുറേ കാലം പഠിച്ചതല്ലേ. എന്താ ഈ പാസീവ് റെസിസ്റ്റൻസ് എന്നാണ് 16th ചാപ്റ്ററിൽ പറയുന്നത്. Here he defines the idea of passive resistance as passive resistance is the method of securing rights by personal suffering. അപ്പോൾ പേഴ്സണൽ സഫറിങ്ങും ഇതിൽ ഒരു കാര്യമുണ്ട്. He says that in spite of several wars, the world still lives on, proves the power and force behind love. He further defines passive resistance by saying that it requires more courage than brute force, for it is more difficult to die for one's belief than to kill someone. ഒരാളുടെ വിശ്വാസത്തിനെയും ഒരാളുടെ ജീവനെയും നഷ്ടപ്പെടുത്തുന്നത് എത്രയോ മോശമാണ്, എത്രയോ തെറ്റായ മാർഗം എന്നാണ് ഇതിൽ പറയുന്നുണ്ട്. സ്നേഹമാണ് എല്ലാത്തിൻ്റെയും കാര്യം. യുദ്ധം ചെയ്ത് ആൾക്കാരെ കൊല്ലുന്ന ഒരു കൺട്രി ആണെങ്കിലും എന്താണെങ്കിലും സ്നേഹത്തിനെ തന്നെയാണ് ആ സ്ഥലവും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതുതന്നെയാണ് പാസീവ് റെസിസ്റ്റൻസ് പറയുന്നത്. അപ്പോൾ വെറുപ്പും ശത്രുതയൊക്കെ മനസ്സിലുണ്ടാവുക, അത് കാണിക്കേണ്ട രീതിക്കേ കാട്ടാൻ പാടുള്ളൂ, അതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചാപ്റ്റർ, എഡ്യൂക്കേഷൻ. ഇൻ ദിസ് ചാപ്റ്റർ ഹി സേസ് ദാറ്റ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ enslaving the nation. Those English books which are valuable must be translated into our language. Religious education should be given priority. Hindus must learn Sanskrit. Similarly, Muslims must learn Persian or Arabic. North Indian and Western should also learn Tamil. He says that Hindi should be the national language. Here Gandhi talks against the imperialization of missionary and says that it has enslaved the people of India. അപ്പോൾ നമ്മളെ ഇപ്പോഴും ബ്രിട്ടീഷുകാരുടെ ഒരു ഫോളോവേഴ്സ് ആണെന്ന് തെളിയിക്കുന്നത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷനാണ്. നമ്മളിപ്പോൾ ഇന്ത്യ ഫുള്ളും തന്നെ ഇംഗ്ലീഷ് ഫോളോ ചെയ്യുന്ന കൺട്രി അല്ലേ. അതിന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൾട്ടി ലിംഗ്വലിസമാണ് അതിനൊരു കാരണമായത്. കാരണം ഇപ്പോൾ അമേരിക്കയിൽ ഏതാ ഭാഷ ചോദിച്ചാൽ പറയാം ഇംഗ്ലീഷാണെന്ന്. എത്ര സ്റ്റേറ്റ് ഉണ്ട് അമേരിക്കയിൽ? 51 സ്റ്റേറ്റ്. പിന്നെ ഓസ്ട്രേലിയയിൽ ഏതാ ഭാഷ? അവിടെ ഇംഗ്ലീഷാണെന്ന് പറയാം.
ജർമ്മനിയിൽ ഏതാ ഭാഷ? ജർമ്മനാണ്. ഇന്ത്യയിൽ ഏതാ ഭാഷ ചോദിച്ചാൽ നമുക്ക് ഇതുപോലെ ഒരു വേർഡിൽ ഒരു ഉത്തരം പറയാൻ പറ്റുമോ? അത് തന്നെയാണ് സംഭവിക്കുന്നത്. കൂടുതൽ ലാംഗ്വേജ് ഉള്ള സമയത്ത് കോമൺ ആയിട്ടൊരു ഭാഷ വേണം എന്നുള്ള നല്ല ഉദ്ദേശത്തിലാണ് തുടങ്ങിയത്. പക്ഷേ എന്നാലും നാഷണൽ ലാംഗ്വേജ് എന്നുള്ള സ്റ്റാറ്റസ് ആർക്ക് വേണം? ഏത് ഭാഷയ്ക്കാണ് ചോദിച്ചാൽ അത് ഹിന്ദിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഹിന്ദി, ഇന്ത്യയിൽ ഫുൾ ഹിന്ദി പഠിക്കണം. അപ്പോൾ ഇതൊക്കെ ഒരു സജഷനാണ്. എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിനെ ഒഴിവാക്കാൻ പറ്റുക? അന്ന് പിന്നെ നെഹ്റു പ്രൈം മിനിസ്റ്ററായിട്ട് സ്ഥാനം ഏറ്റെടുക്കുന്ന സമയത്ത് ഈ നാഷണൽ ലാംഗ്വേജിൻ്റെ ഡിക്ലറേഷനിലും ഇത് തന്നെയാണ് പറഞ്ഞത്. ഏത് കാലത്താണോ ഇന്ത്യയിൽ എല്ലാ സ്റ്റേറ്റിലും എല്ലാവർക്കും ഹിന്ദി തന്നെ അറിയുന്നതും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കാലം വരുന്നത്, ആ കാലം വരയ്ക്കും ഇംഗ്ലീഷ് തന്നെയായിരിക്കും ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു റിലാക്സേഷന് വേണ്ടി തന്നെയാണ്. പിന്നെ വെസ്റ്റേൺ ആൾക്കാരാണെങ്കിലും ഈ എന്താണ് പേർഷ്യൻ മാത്രമല്ല, പേർഷ്യൻ അറബിക്കൊക്കെ മുസ്ലിംസ് പഠിക്കണം. അതേപോലെ ഹിന്ദുസ് സാൻസ്ക്രിറ്റ് പഠിക്കണം. അതേപോലെ തന്നെ ഇവിടെ തമിഴ് ഭാഷയ്ക്ക് ഒരു പ്രാധാന്യം പറയുന്നുണ്ട്. വെസ്റ്റേണേഴ്സ് ആണെങ്കിലും തമിഴ് ഭാഷ പഠിക്കണം. ഹി സേസ് ദാറ്റ് ഹിന്ദി ഷുഡ് ബി നാഷണൽ ലാംഗ്വേജ്. അത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇമ്പീരിയലിസത്തിൻ്റെ ഒരു സിമ്പിൾ തന്നെയാണ് എന്ത്? ഇന്നും നമ്മൾ ഇംഗ്ലീഷിൻ്റെ കീഴിൽ തന്നെയാണെന്നുള്ളത്. ഇനി കൺക്ലൂഷനിൽ എന്താണ്? Here he says that in order to attain Swaraj, it is important for both moderates and extremists to join force. കോൺഗ്രസിനെ എപ്പോഴാണ് വേർതിരിച്ചത്? മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും ആയിട്ട്. അത് വന്നിട്ട് ബംഗാളിനെ വേർതിരിക്കുന്ന സമയത്ത് ലോർഡ് കേഴ്സൻ്റെ ഒരു ഡിസിഷനായിരുന്നു. അതിപ്പം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കോൺഗ്രസുമാണ് സ്പ്ലിറ്റായത്. എന്തായിട്ട്? മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും. ഇവരൊക്കെ കോമൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യണം. The British should be asked to stop their atrocities. People of India should avoid English language and lawyers and doctors must help people. അപ്പോൾ ഇംഗ്ലീഷിനെ അടിച്ചേൽപ്പിക്കുക എന്നുള്ള കാര്യം ബ്രിട്ടീഷ് ആണെങ്കിലും ആരാണെങ്കിലും നിർത്തണം. ഡോക്ടേഴ്സും ലോയേഴ്സും സഹായിക്കണം പറയുന്നത് എന്താണ്? ഡിസിപ്ലിൻ ഇല്ലാത്തതിന് ഒരു മരുന്ന് വേണ്ടേ? അപ്പോൾ ഒരു ഇൻഡയറക്റ്റ് രീതിയിലാണ് ഉദ്ദേശിച്ചത്. റിയൽ ഹോം റൂൾ ഈസ് സെൽഫ് റൂൾ ഓർ സെൽഫ് കൺട്രോൾ. ഹോം റൂൾ എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യേനെയാണ് ഇൻഡയറക്റ്റായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യൻസ് ഇന്ത്യയുടെ രീതി മാത്രം ഫോളോ ചെയ്യുക എന്നുള്ളത്. ദ വേ ടു ഇറ്റ് ഈസ് പാസീവ് റെസിസ്റ്റൻസ്. അതും നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ പാസീവ് റെസിസ്റ്റൻസ്, അതായത് ഫിസിക്കലി നമ്മൾ ഫൈറ്റ് ചെയ്യാൻ നിൽക്കരുത്. എന്താ അങ്ങനെ ചെയ്താൽ സംഭവിക്കുക? എന്നാൽ പിന്നെ ഒരിക്കലും ഇന്ത്യ ഹോളി ലാൻഡ് എന്ന് അറിയപ്പെടില്ല. ദാറ്റ് ഈസ് സോൾ ഫോഴ്സ് ഓർ ലവ് ഫോഴ്സ്. ഇൻ ഓർഡർ ടു എക്സേർട്ട് ദിസ് ഫോഴ്സ്, സ്വദേശി ഇൻ എവറി സെൻസ് ഇസ് നെസസറി. എല്ലാത്തിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏത് വേണം എന്നാണ് പറയുന്നത്? സ്വദേശിയാണ്. അതായത് നമ്മുടെ കൺട്രി, നമ്മുടെ കൾച്ചർ, നമ്മുടെ ഇന്ത്യ എന്ന് ഒരു വിചാരം വേണം. I bear no enmity towards the English, but I do not towards their civilization. ഇപ്പോഴും എഡിറ്റർ എന്നുള്ള സ്ഥാനത്തിലിരിക്കുന്ന ഗാന്ധിജി എന്താ പറയുന്നത്? ഇംഗ്ലീഷുകാരോട് എനിക്ക് ശത്രുതയൊന്നുമില്ല, പക്ഷേ സിവിലൈസേഷനെ ഇന്ത്യയിൽ കൊണ്ടുവരാൻ പാടില്ല. ഇന്ത്യക്ക് ഇന്ത്യയുടെ സിവിലൈസേഷൻ മതി. അതായത് നമ്മളിപ്പോൾ ബ്രിട്ടീഷ് റൂളിനെ എതിർക്കണമെന്ന് പറഞ്ഞാൽ അവരെ പേഴ്സണലി വെറുക്കണം എന്നൊന്നും പറയുന്നില്ല. അപ്പോൾ ഇന്ത്യയുടെ രീതി ഫോളോ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ബ്രിട്ടനെ വെറുക്കണമെന്നൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഇഷ്ടപ്പെടാം, അവർക്കും റെസ്പെക്റ്റ് കൊടുക്കുക. പക്ഷേ എന്താണ് സ്വരാജ്? ഇത്രയും ചാപ്റ്റേഴ്സിൽ സമ്മപ്പ് ചെയ്ത് പറഞ്ഞ ഈ കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ എക്സാമിന് ഒരു എസ്സേ ചോദിക്കുമ്പോൾ ഇതിലത്തെ ഒരു ലൈനും ബുദ്ധിമുട്ടല്ല, എല്ലാം അതേപോലെ എളുപ്പത്തിൽ ഇങ്ങനെ എഴുതിയാൽ മതി. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് എൻ്റെ അടുത്ത വീഡിയോയിൽ കാണാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.